എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂര്യരാശി സൂര്യരാശിയെ പറ്റിയാണ്. അതായത് സൂര്യരാശിയിൽ ജനിച്ച ഓരോ രാശിക്കാരുടെയും പൊതു സ്വഭാവങ്ങൾ. അത് സാധാരണ വലിയവരുടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങളാണ്. സൂര്യരാശി പ്രകാരം ഓരോ രാശിയിലും ജനിച്ച നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒരു സ്വഭാവ സവിശേഷതകളും പിന്നെന്താ അവരുടെ ഇഷ്ടങ്ങളും പെരുമാറ്റങ്ങളും അവരെങ്ങനെയൊക്കെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നും അവർക്ക് എന്തിലൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സൂര്യരാശി സിദ്ധാന്തം പറയുന്നത് ഒരാൾ ജനിച്ച മാസത്തിന് അയാളുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ മാസത്തിലും ജനിച്ച കുഞ്ഞുങ്ങളിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ രാശിയിലും ജനിച്ച കുഞ്ഞുങ്ങളുടെ പൊതു സ്വഭാവങ്ങളും പ്രത്യേകതകളും ഒക്കെ ഒന്ന് നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ രക്ഷിതാക്കൾക്കും ഒരുപാട് ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കപ്പോൾ സൂര്യരാശിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. അവർ ഏരിസ് എന്ന് പറയുന്ന രാശി, ഏരിസ് സൂര്യരാശിയിൽ പെടുന്നവരാണ് ഈ മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ച കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ് നമ്മുടെ ഏരിസ് മക്കൾ. അവർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നല്ല ഊർജത്തിലായിരിക്കും. അവർ നല്ല എനർജിയോടു കൂടിയായിരിക്കും ഉണ്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് തട്ടിയും മുട്ടിയും ഒക്കെ മുറിവുകളും പ്രശ്നങ്ങളും കരച്ചിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ സ്ഥിരമായിട്ട് മുറിവും തട്ടലും മുട്ടലും ഒക്കെ ഉള്ള കുട്ടികളാണിവർ. ശരിക്കും പറഞ്ഞാൽ ഇവരെ നോക്കുന്ന അച്ഛനമ്മമാർ പറയും, അയ്യോ എന്നെക്കൊണ്ട് വയ്യേ എന്നൊക്കെ ഇവർ പറയിപ്പിക്കും. അങ്ങനെയുള്ള മക്കളായിരിക്കും ഇവർ. പക്ഷേ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ഇഷ്ടപ്പെട്ട കാര്യം ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഇവരെ മയക്കിയെടുക്കാൻ ഇവരെ വരച്ച വരയിൽ നിർത്താൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഇവർ പൊതുവേ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും. അതായത് പുസ്തകപ്രേമികളായിരിക്കും ഇവർ. അപ്പോൾ എന്ത് വേണം, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇവർക്കിത് പുസ്തകത്തിലെ ഒരു പുസ്തക വായനയിലേക്കും കഥ കവിത അല്ലെങ്കിൽ കുഞ്ഞു പാട്ടുകൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ഭാവിയിൽ അതൊരുപാട് ഉപകാരം ചെയ്യും. അപ്പോൾ ഇവർക്ക് നല്ല പുസ്തകങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളാണ്. അപ്പോൾ കുഞ്ഞു കഥകളും നല്ല പാട്ടുകളൊക്കെ നല്ല ഭാവത്തോടെ ഇപ്പോഴേ വായിച്ചു കൊടുക്കുക. ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ എന്ന് വിചാരിച്ച് പിന്നെ പുസ്തകങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കരുത്. എപ്പോഴും അവർക്ക് വാങ്ങി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ ഭാവിയിൽ അവർ വായനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉയർച്ചയിലേക്ക് പോകും. പിന്നെ ഇവർ നീന്തൽ, ഫുട്ബോള് അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ഇവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അതിനൊക്കെ പറ്റിയ സ്വഭാവമുള്ളവരുമാണ്. കാരണം നല്ല ഊർജ്ജമുണ്ട്, നല്ല എനർജിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഏത് സമയം ഈ നീന്തലും ഫുട്ബോളും എന്നൊക്കെ പറയുമ്പോൾ നല്ല എനർജി വേണ്ട
കായിക മായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇവരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ പൊതുവേ എന്താണെന്ന് വെച്ചാൽ, പൊതുവേ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, ഏരിസ് രാശിയിൽപ്പെട്ട ആണിനും പെണ്ണിനും സാഹസികത കുറച്ച് കൂടുതലായിരിക്കും. അവർ പൊതുവേ കുറച്ച് സാഹസികന്മാരാണ്. അപ്പോൾ ഏരിസിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏരിസ് രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രാശിയിലേക്ക് കടക്കാം. അടുത്തത് ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെയുള്ള അത്രയും കാലയളവിൽ ജനിച്ചവർ, അത് ടോറസ് രാശിയിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ ടോറസ് രാശിയിൽ പിറന്ന കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ജിമ്മിലൊന്നും പോകണമെന്നില്ല. കാരണം എന്താ, ഇവർ പൊതുവേ വിളിക്കുന്നത് തന്നെ ബൗൺസിങ് ബേബീസ് എന്നാണ്. ഈ കുട്ടി ടോറസുകാർ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. അവർ ഏത് സമയവും കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണ്. അവരിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അവരെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി ശ്രമിച്ച് തന്നെ അച്ഛനമ്മമാരുടെ എല്ലാ ബി പിയും കൊളസ്ട്രോളും, ബി പി കൂടും, കൊളസ്ട്രോളും തടിയും ഒക്കെ അങ്ങ് കുറഞ്ഞോളും. അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കുറഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇവരൊന്ന് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ നോക്കി അവരുടെ പിറകെ ഓടിയാൽ തന്നെ ഇല്ലാത്ത എല്ലാ പ്രശ്നങ്ങളും തീരും. അത്രയും മിടുക്കന്മാരാണിവർ. പൊതുവേ നല്ല ഊർജ്ജമുള്ള കുട്ടികൾ തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ, ഇവർക്ക് വീട് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇമോഷനാണ്. ഇവർ വലുതാവും തോറും വീടിനോട് ഉള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വീട്ടിലെ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും. ഇവരെ വേറെ സന്തോഷിപ്പിക്കാൻ വേറെ ഒരു കാര്യവും വേണ്ട. ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായാൽ തന്നെ ഇവർ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെയും വിട്ടുകളയാൻ ഇവർക്കിഷ്ടമല്ല. ഇവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ പോലും അത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അത് ആര് ചോദിച്ചാലും ഇവർക്കത് പങ്കുവയ്ക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഇനി എന്ത് പൊട്ടിത്തകർന്നു പോയിട്ടുള്ള കളിപ്പാട്ടാണെങ്കിൽ പോലും അത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് ഒരുപാട് കാലം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ടോറസുകാർ. സ്നേഹമുള്ള വീട്ടന്തരീക്ഷവും നല്ല രുചികരമായ ഭക്ഷണവും ഉണ്ടെങ്കിൽ ടോറസിനെ പോലെ ഹാപ്പി ആയിട്ടുള്ള മറ്റാരും ഈ ലോകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവരുടെ വീക്ക്നെസ്സും. അപ്പോൾ വേറെ ഇവരെ പറ്റി പറയാനുള്ള വലിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊതുവേ എന്ത് കാര്യങ്ങളായാലും ഒരുപാട് സമയമെടുത്ത് നന്നായി കൂടുതൽ പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ പഠിക്കാൻ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല ടോറസുകാർ. അങ്ങനെയുള്ള കുട്ടികളല്ല അവർ. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി എത്ര സമയം കളയാനും അവർക്ക് യാതൊരു മടിയുമില്ല. പാട്ടും നൃത്തമൊക്കെ ടോറസുകാർ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ പാട്ടും നൃത്തമൊക്കെ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അതവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ഇനി ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടോറസ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തത്
മെയ് 22 മുതൽ മെയ് 21 വരെ. അത് ജമനി. ജമനി കുഞ്ഞുങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവരാണ് യഥാർത്ഥ കുഞ്ഞുങ്ങൾ. കാരണം എന്താ? ഇവരെത്ര മുതിർന്നാലും ഇവരുടെ കുട്ടിത്തം മാറില്ല. എല്ലാ തക്കിട തരികളിലും ചെന്ന് വീണ് അവിടുന്ന് വീണെടുത്ത് നിന്ന് ആരും എഴുന്നേൽപ്പിക്കണ്ട. സ്വയം ഉരുണ്ട് പെരണ്ട് എഴുന്നേറ്റ് അടുത്ത കുസൃതി ഒപ്പിക്കാൻ വേണ്ടി ജെമിനി കുട്ടികൾ ഓടും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇവരുടെ ഒരു വളരെയധികം വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിഷ്കളങ്കമായിട്ടുള്ള മുഖവും എല്ലാവരെയും മയക്കുന്ന പുഞ്ചിരിയുമാണ്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഒപ്പിക്കുന്ന മിക്ക വികൃതിത്തരങ്ങളും മറ്റുള്ളവർ കണ്ടില്ല എന്ന് വെക്കും. സാരമില്ല പോട്ടെ എന്ന്. അവരുടെ ഒരു ചിരിയിൽ എല്ലാവരും വീഴും. അതാണ് ഇവരുടെ വലിയൊരു കഴിവ്. പിന്നെ ജെമിനി കുട്ടികൾ പൊതുവേ നല്ല ഭാവനയുള്ള കുട്ടികളാണ്. ഇങ്ങനെ ഒരു ഭാവനാ ലോകത്ത് ജീവിക്കുക അത് അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇവർക്ക് അതുകൊണ്ട് തന്നെ ആ ഭാവനാ ലോകവും ഭാവനയും ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഇവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ജെമിനി കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും. കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണ് അവർ. അതുമാത്രമല്ല ഇവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനെപ്പറ്റി കേൾക്കാനും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ജെമിനി കുട്ടികൾ അവരുടെ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ അവർ കൗതുകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു അത്ഭുത ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവർ ചുറ്റിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും അവർ കൗതുകം കണ്ടെത്തുന്നവരാണ്. അവർക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളെപ്പറ്റിയും സംശയങ്ങളുമായിരിക്കും. എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആരോടെങ്കിലുമായിട്ട് അവർക്ക് ഒന്നിനെപ്പറ്റിയും ഇങ്ങനെ അറിയാതിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ അതുമാത്രമല്ല അവർക്കിഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി അവർ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവരതിനെപ്പറ്റി തന്നെയായിരിക്കും സംസാരിക്കുന്നത്. കേൾക്കുന്നവർക്ക് എത്ര മടുത്താലും അവർക്കതൊരിക്കലും മടുക്കാറേയില്ല. അങ്ങനെയുള്ളവരാണ് ജെമിനി കുട്ടികൾ. പിന്നെ ഇവർ ഞാൻ പറഞ്ഞു എത്ര മുതിർന്നാലും ഇവർക്ക് നല്ല കുട്ടിത്തമാണ്. കുട്ടിത്തം എപ്പോഴും സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ പോലും ഇവരെന്ന് വെച്ചാൽ കുട്ടിക്കളിയാണെങ്കിലും മുതിർന്നവരെ പോലെ ഭാവിക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണ്. അതായത് ഞാനൊരു മുതിർന്ന ആളാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ കുറച്ച് സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ നടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് എപ്പോഴും കുട്ടിക്കളിയാണെങ്കിൽ അവരെ കൊഞ്ചിക്കുന്നതിനേക്കാളും അവർക്കിഷ്ടം അവരോട് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അത് അവരോട് പങ്കുവയ്ക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ജെമിനി കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കണം. പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ കളറിങ് ബുക്ക്, ക്രാഫ്റ്റ് ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ അവരെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല അവരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ജെമിനി കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മറ്റുള്ള ചില കുട്ടികളെ പോലെ ആരെങ്കിലും വരുന്നതും ആൾക്കാരുള്ളതും ഒന്നും സ്വയം ഒതുങ്ങിപ്പോകുന്ന അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവർ കൂടുതൽ എനർജറ്റിക് ആകും, കൂടുതൽ സന്തോഷമുള്ളവരാകും. അങ്ങനെയുള്ള കുട്ടികളാണ് ജെമിനി കുട്ടികൾ. അപ്പോൾ ജെമിനി കുട്ടികളുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കേൾക്കുകയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുമക്കൾ എങ്ങനെയാണ്? ഇതേ സ്വഭാവം തന്നെയാണോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്തത് ജൂൺ 22 മുതൽ ജൂലൈ 23 വരെയുള്ള സൂര്യരാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ക്യാൻസർ രാശിയിൽപ്പെട്ടവരാണിവർ.
ഇവർ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഓമനിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. താലോലിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് നമ്മുടെ ക്യാൻസർ കുട്ടികൾ എന്ന് പറയുന്നത്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി അന്തരീക്ഷം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഫാമിലി അന്തരീക്ഷവും അങ്ങനെയുള്ള ഒരു ഫാമിലി മാത്രമേ ഇവരെ സന്തോഷപ്പെടുത്തുള്ളൂ. അവരുടെ ചുറ്റുമുള്ളവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് സ്നേഹവും കെയറിങ്ങും ഒക്കെ അവർക്ക് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് വേണം മാതാപിതാക്കൾ? അവരെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുക, ഒരുപാട് കെയറിങ് ഒക്കെ വാരിക്കോരി അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുക. അതവരെ മിടുക്കന്മാരാക്കും. അത് അവരുടെ വളർച്ചയിൽ ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പം കേൾക്കുമ്പോൾ ചിന്തിക്കണം, ഇതൊക്കെ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നതല്ലേ? ആണ്, എല്ലാ കുട്ടികൾക്കും ആ കെയറിങ്ങും സ്നേഹമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതൊരു പടി കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ക്യാൻസർ കുട്ടികളാണ്. ചില കുട്ടികൾക്ക് ഒരുപാട് കെയറിങ് അങ്ങ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അവരെ ഒരു സ്വന്തം ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വിടുന്നതൊക്കെ ആയിരിക്കും അവർക്കിഷ്ടം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ജൂൺ 22 മുതൽ ജൂലൈ 23 വരെയുള്ള കാലയളവിൽ ജനിച്ച ക്യാൻസർ രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് കെയറിങ്ങും സ്നേഹവും പാരൻസിൻ്റെ കരുതലും അവരുടെ സ്നേഹവും സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്നാൽ മാത്രമേ ഈ രാശിക്കാർക്ക് ഭാവിയിൽ മിടുക്കരാകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ വല്ലാണ്ട് ബാധിക്കും. അവരുടെ വിജയങ്ങളെയൊക്കെ അത് വല്ലാതെ ഭാവിക്കും. അങ്ങനെയുള്ള കുട്ടികളാണ് അവർ. ശരിക്കും പറഞ്ഞാൽ ഇവരെന്താ വെച്ചാൽ ഇവർ ഒരു വീടിൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറയാം. സന്തോഷമുള്ള ഒരു വീടിൻ്റെ പ്രൊഡക്റ്റാണവർ. അത്രയും ക്യാൻസർ രാശിയിൽ പെട്ടവർ ഭാവിയിൽ നല്ല ഉന്നതിയിലൊക്കെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എത്രത്തോളം കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ തമ്മിൽ, കുടുംബാംഗങ്ങളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളെ വല്ലാതെ ബാധിക്കും. അതിവരെ വളരെ മോശമായി ബാധിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവർ. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവതരിപ്പിക്കാതിരിക്കുക. പരമാവധി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരെ മുമ്പിലൂടെ ഇവരെ അറിയിക്കാതിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കുസൃതികൾ കാണിക്കുവാണെങ്കിലും ഇവർ പക്ഷേ വളർന്നു വരുമ്പോൾ കുറച്ചൊരു ഉൾവലിഞ്ഞ പ്രകൃതക്കാരായിട്ട് മാറും. ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവർ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർ എല്ലാം വൃത്തിയായിട്ടും ചിട്ടയായിട്ടൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കൂട്ടരാണ്. ആ ഒരു വൃത്തിയും വെടിപ്പും ചിട്ടയുമൊക്കെ ഭാവിയിൽ കാത്തു സൂക്ഷിക്കുകയും അത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ശീലിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ഇവരങ്ങനെ ഇറങ്ങാറില്ല. നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഇവർ ഇറങ്ങുള്ളൂ. ഒന്നിനു വേണ്ടിയും അങ്ങനെ ചാടിക്കേറി ചെല്ലുന്ന ഒരു പ്രകൃതക്കാരല്ല ക്യാൻസർ രാശിയിൽ പിറന്ന കുട്ടികൾ. പിന്നെ അത് തന്നെയാണ്, അതായത് എത്ര അറിയുന്ന കാര്യമാണെങ്കിൽ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ പോലും ഇവരങ്ങനെ സാഹസികതയൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ഒരു സാഹസിക സ്വഭാവമൊന്നും ഇവർക്കില്ല. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുക, വീട്ടിലെ ആ ഒരു അന്തരീക്ഷം നല്ല ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആക്കി കൊടുത്താൽ തന്നെ ഇവർ വിജയത്തിലേക്ക് എത്തിപ്പോകും. അത് മാത്രമേ ക്യാൻസർ രാശിയിൽ പിറന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത്
ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ജനിച്ച ഇത്രയും ദിവസത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ രാശിയാണ് ലിയോ ആണ് ഇവരുടെ സൂര്യരാശി. അപ്പോൾ ലിയോ കുഞ്ഞുങ്ങളെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇവരെന്താ, ലിയോ എന്താ നമ്മൾ പറയുന്നത് സിംഹമാണല്ലോ, സിംഹപ്രകൃതം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇവർ, ലിയോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശരിക്ക് അസല് സിംഹപ്രകൃതക്കാരായ ഇവരെന്താ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. നടന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഇവർ ഓടാൻ തുടങ്ങും, അല്ലാണ്ട് പതിയെ പതിയെ ഘട്ടം ഘട്ടമായി അങ്ങനെയൊന്നുമില്ല. ഇവർക്കെല്ലാം പെട്ടെന്ന് വേണം. ഒരു കാട്ടിലെ രാജാവ് തന്നെയാണ് അവർ. പിന്നെ ആളുകളെ ചിരിപ്പിക്കാനും കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടാനും, പിന്നെ നമ്മളൊരു കൂട്ടത്തിൽ കൂടുകയാണെങ്കിൽ ആ കൂട്ടത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാനും ഒക്കെ ഈ കുട്ടി സിംഹങ്ങൾ റെഡിയാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള കായിക വിനോദങ്ങളും നൃത്തം പോലെ ശാരീരിക അധ്വാനമുള്ള കലകളും ഒക്കെ ഇവർക്ക് നന്നായിട്ട് ഇണങ്ങും. അതൊക്കെ ഇവർ നന്നായിട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. പിന്നെന്താ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ് ലിയോ കുട്ടികൾ. ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ ചെയ്യുക മാത്രമല്ല, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നാമതാവാനും എന്നിട്ട് എല്ലാവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും ഒക്കെ സിംഹക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരതൊക്കെ ഇഷ്ടപ്പെടുന്നു, എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുതിർന്നവർ ഇവരോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അനുസരിക്കാൻ ഇവർക്ക് നല്ല മടിയാണ്. ഇവർക്ക് ഇവരുടെ ഒരു തനി വഴി എന്ന ഒരു ശീലമുണ്ട്. പക്ഷേ അല്പം സ്നേഹത്തോടെയൊക്കെ പറയുകയാണെങ്കിൽ എന്തും ഇവർ ചെയ്യും, എന്തിനും ഇവർ റെഡിയാണ്. അല്ലാതെ അങ്ങനെ ഒരുപാട് വാശിയ കാര്യങ്ങളൊന്നും സിംഹരാശി ലിയോയിൽ പിറന്നവർക്ക് ഇല്ല. പിന്നെ ലിയോ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ വീട്ടുജോലികളെല്ലാം ലിയോകളെ കുഞ്ഞിലേ പഠിപ്പിക്കാൻ മറക്കുകയേ ചെയ്യരുത്. വീട്ടുജോലികളൊക്കെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചെടുക്കണം. അതവർക്ക് ഗുണം ചെയ്യും. എന്താ പറയുക, ഇവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, കളിയൊക്കെ കഴിഞ്ഞ് കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വാരി വെതറിയിട്ട് മെല്ലെ എസ്കേപ്പ് ചെയ്യും. അതൊന്നും ഇപ്പോഴേ ആ ശീലമൊക്കെ മാറ്റിയെടുക്കണം. കാരണം അല്ലെങ്കിൽ അത് അവർക്ക് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും. ആ ഒരു അടുക്കും ചിട്ടയില്ലായ്മയും വലിച്ചു വാരിയിടുകയും അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് പോകും. അപ്പോൾ അതൊന്നുമില്ല, അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴേ പഠിപ്പിച്ച് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ, എന്താണ് മറ്റുള്ളവർ ഓരോ കാര്യങ്ങളും ചെയ്യാനെടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിപ്പിച്ചില്ലെങ്കിൽ വളർന്ന് വലുതായാൽ ലിയോ കുട്ടികൾ ഇതൊരിക്കലും അനുസരിക്കില്ല. അവരത് സ്വയം പഠിക്കുന്ന കൂട്ടത്തിലേ അല്ല. ഇതൊക്കെ മാതാപിതാക്കൾ തന്നെ ചെറിയ പ്രായത്തിൽ മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ലിയോ കുഞ്ഞുങ്ങളുടെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മുന്നേ പറഞ്ഞ ക്യാൻസർ രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ഇപ്പോൾ പറഞ്ഞ ലിയോ രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ അഭിപ്രായം രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ ജനിച്ച രാശിയിൽപ്പെട്ടത് വിർഗോ രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ വിർഗോ രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നടക്കാനും സംസാരിക്കാനും ഒക്കെ ഇവർ മറ്റു കുഞ്ഞുങ്ങളെക്കാൾ മുമ്പേ പഠിക്കും. അവർ
പെട്ടെന്ന് തന്നെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണിവർ. ചുരുക്കി പറഞ്ഞാൽ ഇവർ മുതിർന്നവരെ എത്രയും നേരത്തെ അനുകരിക്കാൻ റെഡിയാണ് എന്ന് സാരം. ഇവർ പെട്ടെന്ന് തന്നെ മുതിർന്നവരെ പോലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ മടി എന്ന് പറയുന്ന ഒരു കാര്യം ഇവരുടെ നിഘണ്ടുവിലില്ല. മടി പിടിച്ചിരിക്കാൻ ഒരിഷ്ടവും ഇല്ലാത്ത കുട്ടികളാണ് വിർഗോ കുഞ്ഞുങ്ങൾ. എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂട്ടുകൂടാൻ പറ്റിയ തരക്കാരാണ് വിർഗോകൾ. നമുക്ക് എന്ത് കാര്യത്തിനും കൂടെ കൂട്ടാൻ പറ്റിയ കുഞ്ഞുങ്ങളാണിവർ. പിന്നെ എന്താ പറയുക, ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു പാവ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഇവർക്ക് ഇഷ്ടപ്പെടുക ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ, ഡോക്ടർ സെറ്റ്, കിച്ചൺ സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ ആയിരിക്കും ഇവരെ കൂടുതൽ സന്തോഷിപ്പിക്കുക. കാരണം എന്താ, മുതിർന്നവർ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ വളരെ ഇഷ്ടമുള്ള കുട്ടികളാണ് ഇവർ. അതുകൊണ്ട് വീട്ടിൽ ആ ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞ് അടുക്കളയൊക്കെ ഉണ്ടാക്കി അത് അമ്മ പാകം ചെയ്യുന്ന പോലെ ചെയ്യാനും ഇനി ഡോക്ടറെ പോലെ ചികിത്സിക്കാനും അതൊക്കെ അവരെ വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ വിർഗോ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുറേ ഒന്നാമന്മാരുടെ ലിസ്റ്റ് എടുത്താൽ വിർഗോകളുണ്ടാകും. അവർ പൊതുവേ പഠനത്തിലും പഠനേതര കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മനാ അല്പം സഹാനുഭൂതിയും ഒക്കെയുള്ള കൂട്ടരാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെയുള്ള ആ ഒരു മനസ്ഥിതിയൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ് വിർഗോ കുഞ്ഞുങ്ങൾ. ഇഷ്ടമുള്ളവർക്ക്, അവരുടെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തും നൽകും, എന്തും വാരിക്കോരി നൽകും അവർക്ക്. ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും മടിക്കരുത്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണവർ. അതുപോലെ അവരുടെ സഹായ മനസ്ഥിതിനെയും ഉദാര മനസ്ഥിതിനെയും ഒന്നും നിങ്ങൾ ഒരിക്കലും തമാശ മട്ടിൽ കാണുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യരുത്. അതവരുടെ സ്വഭാവമാണ്. അപ്പോൾ അതൊന്നും അവർക്ക് പെട്ടെന്ന് മാറ്റാനും പറ്റില്ല. അപ്പോൾ നിങ്ങളത് അങ്ങനെ കളിയാക്കുകയേ ചെയ്യരുത്. അത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ജന്മത്തിൽ അടങ്ങിയ ഒരു സ്വഭാവമാണ്. പിന്നെ അങ്ങനെ കളിയാക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിനെ മോശമായിട്ട് ബാധിക്കും. അവരെ പിന്നെ ഇൻട്രോവേർട്ട് സ്വഭാവത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ആ രീതിയിലൊന്നും അവരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് ഒരിക്കലും തമാശയാക്കരുത്. അപ്പോൾ ഇത്രയാണ് വിർഗോ രാശിയിൽ പിറന്ന കുഞ്ഞുങ്ങളെ പറ്റി പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി അടുത്തതായി പറയുന്നത് ലിബ്ര രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ. അത് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ. സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ജനിച്ചത് ലിബ്ര രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളുടെ പ്രധാന പ്രത്യേകത ഇവരുടെ മനം മയക്കുന്ന ചിരിയാണ്. മറ്റുള്ളവരെ പിടിച്ചിരുത്തും, അവരുടെ സ്നേഹം വാരിയെടുക്കുന്ന ചിരിയാണ് ലിബ്ര രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളുടേത്. പിന്നെ വികൃതിയുടെ കാര്യത്തിൽ, കുസൃതിയുടെ കാര്യത്തിൽ ഇവരൊട്ടും പിറകിലല്ല. പക്ഷേ ഇവരുടെ വികൃതി അല്പം മാന്യമായിട്ടുള്ള വികൃതിയായിരിക്കും. അങ്ങനെ നമുക്ക് അത്രയും ദേഷ്യം തോന്നുന്ന വികൃതിയൊന്നുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വികൃതിയായിരിക്കും. മാത്രമല്ല മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും ലിബ്ര കുട്ടികളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗുഡ് മാനേഴ്സുള്ള കുട്ടികളാണ്. അതവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അവരെ അതിനൊന്നും ആരും പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല.
ഞാൻ മുന്നേ പറഞ്ഞു ഇവരുടെ ചിരി അത് എല്ലാവരെയും മനം മയക്കുന്ന ചിരിയാണ്. അത് തന്നെയാണ് ഇവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാം. പിന്നെന്താ, കലാപരമായി നല്ല കഴിവുകളുള്ള കുട്ടികളാണ് ഇവർ. ചെറിയ കുഞ്ഞുനാളിലേ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ മറക്കരുത്. അത് ചിത്രകലയോ നൃത്ത ക്ലാസ്സുകളോ എന്തെങ്കിലും വാദ്യോപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇവരെ പരിശീലിപ്പിക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ നാടകം, നൃത്തം എന്തായാലും ഇവരെ പഠിപ്പിക്കുന്നത് ഇവർക്ക് വളരെയധികം ഉപകാരം ചെയ്യും. പിന്നെ സ്പോർട്സ് ഇനത്തിൽ പൊതുവേ ഈ ലിബ്ര കുഞ്ഞുങ്ങൾക്ക് താല്പര്യം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിച്ച് അങ്ങനെയുള്ള മേഖലയിലേക്കൊന്നും ഇവരെ ഉന്തിത്തള്ളി വിടണമെന്നില്ല. ഇവർക്ക് ഈ പറയുന്ന പോലെയുള്ള ചിത്രരചന, നൃത്തം, വാദ്യോപകരണങ്ങൾ, നാടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുക. പിന്നെ കുറച്ച് ജന്മനാ തന്നെ അല്പം പേടിയൊക്കെയുള്ള കൂട്ടത്തിലാണ് ലിബ്ര കുഞ്ഞുങ്ങൾ. ഇവർ ഒരു എന്താ പറയുക, ഇരുട്ട് മുറി പോലും ഇവരെ വല്ലാണ്ട് പേടിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അത് അവരുടെ ഒരു ശീലമാണ്. അപ്പോൾ അതിലൊന്നും ആരും അങ്ങനെ അവരെ കളിയാക്കാനോ ഒന്നും തുനിയാതിരുന്നാൽ മതി. വലുതാവുമ്പോൾ എന്തായാലും ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മതി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരും അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നും വരില്ല. ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അണിഞ്ഞൊരുങ്ങുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ള കുട്ടികളായിരിക്കും ഇവർ. ലിബ്ര കുഞ്ഞുങ്ങൾക്ക് അല്പം സൗന്ദര്യബോധമൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തും സുന്ദരമായ സാധനങ്ങൾ മാത്രമേ ഇവർക്ക് വേണ്ടുള്ളൂ. അത് തന്നെയാണ് ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്നേഹവാത്സ്യങ്ങളാണ് ഇവരുടെ വീക്ക്നെസ്. അത് എത്ര കിട്ടുന്നോ അത്ര മിടുക്കരായിട്ട് ലിബ്ര കുഞ്ഞുങ്ങൾ വളരും. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെ നന്നായി സ്നേഹിച്ചോളൂ, നന്നായി വാത്സല്യം പ്രകടിപ്പിച്ചോളൂ, കുഞ്ഞുങ്ങൾ മിടുക്കന്മാരാകും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെ ജനിച്ച കുഞ്ഞുങ്ങളുടെ ഫലമാണ്. സ്കോർപിയോ ആണ് രാശി. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ആരോടും വലിയ സംസാരമൊന്നുമില്ല. തൻ്റെ ഫീലിങ്സുകളൊന്നും അങ്ങനെ കാര്യമായി പ്രകടിപ്പിക്കാറുമില്ല. അല്പം ഗൗരവമുള്ള കുഞ്ഞുങ്ങളാണിവർ. നല്ല കാര്യഗൗരവമുള്ള കുഞ്ഞുങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വന്തം വരുതിയിൽ കൊണ്ടുവരാനും അത് പക്വതയോടെ ഇടപെടാനും ഒക്കെ ഇവർക്ക് പറ്റും. ഇവർ പൊതുവേ ഒരു സൈലൻ്റ് പ്രകൃതക്കാരാണ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം വരുതിക്ക് കൊണ്ടുവരാനും പക്വതയൊക്കെ ഇടപെടാൻ ഒരു കുഞ്ഞിലേ ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തനിക്ക് കിട്ടുന്ന സ്നേഹം, മാതാപിതാക്കളുടെ സ്നേഹമായാലും ആരുടെ സ്നേഹമായാലും അതിങ്ങനെ പകുത്തു പോകുന്നു എന്ന് കണ്ടാൽ അത് ഇവർക്ക് അംഗീകരിക്കാനേ പറ്റില്ല, അത് സഹിക്കാനേ പറ്റില്ല. ഇവർക്ക് കിട്ടേണ്ടുന്ന സ്നേഹം അത് ഇവർക്ക് ആ കാര്യത്തിൽ അല്പം സ്വാർത്ഥത പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലാണ് സ്കോർപിയോ രാശിക്കാർ. ഇവർ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൻ്റെ അവസ്ഥയെ മറ്റുള്ളവരുടെ അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്ത് വിലയിരുത്താനൊക്കെയുള്ള പ്രവണത ഇവരെപ്പോഴും കാണിക്കും. തൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തനിക്ക് കിട്ടുന്നതും മറ്റുള്ളവരുടെ അങ്ങനെയുള്ള ഒരു താരതമ്യം എപ്പോഴും ഉണ്ടാകും. ഇവർ എന്താണെന്ന് വെച്ചാൽ
എന്തെങ്കിലും ഒരു കളിപ്പാട്ടം പോലും അല്ലെങ്കിൽ കൂടുതൽ നല്ല ജീവിത സാഹചര്യം ഇതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഇവർക്ക് വലിയ വിഷമം ഉണ്ടാക്കും. ആ ഒരു അസൂയ ഒരു കുറച്ച് അല്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടൊക്കെ അല്പം അസൂയ ഉണ്ടായി എന്നൊക്കെ വരാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു പ്രവണത അല്പം ക്ഷമയോടെ മാതാപിതാക്കൾ കുഞ്ഞുനാളിലേ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് വളർന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ അതൊരുപാട് സ്വഭാവ വൈകല്യമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് കുഞ്ഞിലേ തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ്. ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിമുടി ഇമോഷണലും സെൻസിറ്റീവും ആയിട്ടുള്ള പ്രകൃതക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ സ്നേഹവും കരുതലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മിടുക്കന്മാരായിട്ട് വളരും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇവരുടെ കാര്യത്തിൽ അല്പം സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കണം. പിന്നെ ദുശ്ശീലങ്ങളൊക്കെ കുഞ്ഞുനാളിലേ നുള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. കലാപരമായിട്ടും ഭാഷാപരമായിട്ടുമായ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും. നല്ല കഴിവ് കുഞ്ഞിലേ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനാവശ്യമുള്ള ട്രെയിനിങ്ങുകളൊക്കെ കുഞ്ഞിലേ നൽകുന്നത് ഇവർക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ സ്കോർപിയോ കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ഈ സ്കോർപിയോ രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി നവംബർ 23 മുതൽ ഡിസംബർ 21 വരെ ജനിച്ച കുഞ്ഞുങ്ങളുടെ ഫലമാണ്. സാജിറ്റേറിയസ് ആണ് ഇവരുടെ രാശി. അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവരും അത്യാവശ്യം നല്ല വികൃതിക്കാരാണ്. എപ്പോഴും അല്പം വികൃതിത്തരവുമായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങളാണ്. അടങ്ങിയിരിക്കുക എന്നൊന്നും പറയുന്നത് ഇവർക്ക് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല. എവിടെ പോയാലും ആളുകൾ ഇവരെ നോട്ട് ചെയ്യുന്നത്ര പിരിപിരിപ്പ് ഇവർ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ അടുത്ത നിമിഷം ഇവരെന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തത്ര ഐഡിയകൾ, അത്ര കുരുത്തക്കേടുകൾ ഇവരുടെ കൈവശമുണ്ട്. പിന്നെ അല്പം സംശയരോഗികളുമാണ്. ഒരുപാട് സംശയങ്ങളുമായിട്ടായിരിക്കും ചുറ്റുമുള്ളവരെ സമീപിക്കുന്നത്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സംശയങ്ങളും കൊണ്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത നല്ല കളിയും ചിരിയും ഹ്യൂമർ സെൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവരുടെ പ്രധാന പ്രത്യേകത. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങളും കുഞ്ഞിലേ മുതലേ തന്നെ ഇവർ ചെയ്യും. ഓരോന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ മാതാപിതാക്കളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ആകെ ഒരു പിരിപിരിപ്പും കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടായി എന്ന് വരാം. അത്രയും നിരീക്ഷണങ്ങളായിരിക്കും ഇവർ ചെയ്യുക. അപ്പോൾ ഇവരുടെ ഈ ഒരു എനർജി ലെവലൊക്കെ വെച്ചിട്ട് ഇവരെ വല്ല മാർഷൽ ആർട്സോ സ്പോർട്സോ പോലെ എന്തെങ്കിലും ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നത് ഇവരുടെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് വഴിതിരിച്ച് വിട്ട് കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇവരെ വളർത്തിയെടുക്കാൻ നല്ലതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് കാര്യങ്ങളും പെട്ടെന്ന് മടുക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അതുകൊണ്ട് ഓരോന്നും പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതും അല്പം മെനക്കെട്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല
ഇവരെ കുഞ്ഞിലേ തന്നെ ചിട്ടയും നല്ല ശീലങ്ങളും ഒക്കെ നന്നായി മെനക്കെട്ട് തന്നെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മെനക്കെട്ട് പഠിപ്പിക്കണം. അപ്പോഴേ ഇവർ അത് പഠിച്ചെടുക്കുകയുള്ളൂ. പിന്നെന്താണ്, സമപ്രായക്കാരുമായിട്ട് ഒന്ന് ചേർന്ന് കളിക്കാനും അങ്ങനെ ചേർന്ന് വീട്ടിലെ എല്ലാവരും ചേർന്നുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ വളരുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതാണ് ഇവരുടെ ഒരു പ്രധാന പ്രത്യേകത. പിന്നെ ധാരാളം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക് നല്ലതാണ്. പൊതുവെ പുസ്തകങ്ങളൊക്കെ കുഞ്ഞിലേ നൽകുന്നത് നല്ലതാണ്. ഇവരെ സംബന്ധിച്ച് സാജിറ്റേറിയൻസിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതും അവരിങ്ങനെ ചെയ്ത് കാണിക്കുന്നതൊക്കെ പെട്ടെന്ന് അനുസരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ അല്പം മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്താ, അവരോരോന്ന് പഠിപ്പിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് തന്നെ, കുറച്ച് സ്ട്രെയിൻ എടുത്ത് തന്നെ പാരൻസ് പഠിപ്പിക്കേണ്ടി വരും. ഇത്രയാണ് സാജിറ്റേറിയൻസിൻ്റെ ഫലം പറയാനുള്ളത്, അവരുടെ പ്രകൃതത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി ഡിസംബർ 22 മുതൽ ജനുവരി 20 വരെ ജനിച്ച കുഞ്ഞുങ്ങൾ, കാപ്രിക്കോൺ രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നല്ല ഓമനത്വമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇവർ. നല്ല പക്വതയുള്ള, കുഞ്ഞിലേ തന്നെ നല്ല പക്വതയും പാകതയും ഒക്കെ കാണിക്കുന്ന ശാന്ത സ്വരൂപരായിരിക്കും ഇവർ. ഇവരുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ്. അവർ നമ്മളെ മയക്കുന്നത് തന്നെ കുഞ്ഞു കാപ്രിക്കോൺകാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഈ പ്രകൃതം കൊണ്ടായിരിക്കും. അവരുടെ ആ പക്വതയും പാകതയും ശാന്ത സ്വരൂപവും ഒക്കെ ആയിരിക്കും മുതിർന്ന ആൾക്കാർക്ക് ആ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രധാന കാരണം പോലും. പിന്നെ ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് കൃത്യമായി നടപ്പിൽ വരുത്താനും വളരെയധികം ഇഷ്ടമാണ്. അവർ കുഞ്ഞിലേ തന്നെ ഗൗരവമുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇവരുടെ വളർച്ചയിൽ ഒരുപാട് ഗുണം ചെയ്യും. അവർക്ക് എങ്ങനെ കുഞ്ഞു ജോലികൾ മതി. അതായത് പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുക, പൂച്ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക, പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് ഇന്ന സ്ഥലത്ത് കൊണ്ടുവെക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ കൊടുക്കുക. അതൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. കുഞ്ഞിലേ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ കൊടുക്കുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെന്താ, കാപ്രിക്കോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പൊതുവെ പരിഗണനകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള കുട്ടികളാണ്. ഈ മുതിർന്നവരൊക്കെ അംഗീകരിക്കുകയും അവരെ ഇതുപോലെ ഓരോ ജോലികൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവരൊരുപാട് എൻജോയ് ചെയ്യും. അതവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ആരുമായിട്ടും കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇപ്പോൾ ഒരു കൂട്ടുകൂടാനോ കളിക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഒരു 1-2 ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരോടൊപ്പമുള്ള കളികൾ, അത്ര മാത്രമേ ഇവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇവർക്ക് പിന്നെയെന്ന് വെച്ചാൽ അവനവൻ്റെ പ്രായമുള്ളവരേക്കാളും കൂടുതൽ ഇഷ്ടം മുതിർന്ന ആൾക്കാരുമായിട്ട് ചങ്ങാത്തം കൂടാനാണ്. അങ്ങനെയുള്ളവരുമായിട്ട് കൂടാനും അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കാനുമാണ് ഇവർക്കിഷ്ടം. മറ്റു കുഞ്ഞുങ്ങളെ പോലെ സദാസമയം കളിക്കാനൊന്നും ഇവർക്കധികം ഇഷ്ടമല്ല.
ഇങ്ങനെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യം ഏത് സമയവും ഇരുന്ന് വായിക്കുക, എന്തെങ്കിലും വായിക്കുക, പ്രകൃതി ഭംഗി ആസ്വദിച്ച് പുറത്തൂടെ ഒന്ന് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളൊക്കെ കുഞ്ഞിലേ വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല ഹ്യൂമർ സെൻസുള്ള രാശിക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ കാപ്രിക്കോൺ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവങ്ങളുമായിട്ട് ഇത് ചേരുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കണം. ഇനി അടുത്തത് ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ ഈ കാലയളവിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അക്വേറിയസ് രാശിയിൽ പെടുന്നവരാണ്. ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ പൊതുവെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും മുതിർന്ന ആൾക്കാരുടെ സ്വഭാവമായിരിക്കും. ഒരു മുതിർന്ന ചെറിയൊരു മനുഷ്യൻ അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ ഇവരുടെ. ഇവർ ശരിക്കും മുതിർന്ന ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇഷ്ടപ്പെടുന്നത്. അവർ വലിയ വലിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ശരിക്കും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു തലച്ചോറിൻ്റെ ഉടമകളാണ് ഇവർ. അപ്പോൾ കുസൃതിയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടാകും. ഇവരെ അങ്ങനെ നമുക്കൊരുപാട് ചിട്ടകളോ കാര്യങ്ങളോ നിയമങ്ങളോ ഒന്നും പഠിപ്പിച്ച് നമ്മുടെ വരുതിക്ക് വരുത്താനൊന്നും പറ്റില്ല. ഇവരെ പൊതുവെ അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിലെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് ഇവരെ വരുതിയിലാക്കാൻ പറ്റില്ല. ഇവർ സാധാരണക്കാരല്ല. നമ്മുടെ കാഴ്ചകളും വിലയിരുത്തലുകളും അവർക്ക് യോജിച്ചൊന്നും വരില്ല. ഒന്നുകിൽ ഇവർ സൈലൻ്റ് ആയിട്ടുള്ളൊരു ജീനിയസ് ആയിരിക്കും, അല്ലെങ്കിൽ കടും പോക്കിരികളും ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല. രണ്ടും കൂടെ മിക്സായിട്ടൊരു മീഡിയം ലെവലിലൊന്നും കിട്ടില്ല. നല്ല ഇൻ്റലക്ച്വലായിട്ട് ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു പ്രകൃതം, അല്ലെങ്കിൽ കുരുത്തക്കേടിൻ്റെ കൂട് എന്ന് പറയില്ലേ, അങ്ങനെയായിരിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറെ നേരം ചെയ്യുന്നതിൽ ഒരു മടുപ്പും ഇവർക്കുണ്ടാവില്ല. അത് ചെയ്തുകൊണ്ടിരിക്കാൻ അക്വേറിയസുകാർക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ടെക്നോളജിയാണ് ഇവരുടെ തല നിറയെ. എപ്പോഴും ആലോചിക്കുന്നത് ടെക്നോളജീനെ പറ്റിയായിരിക്കും. ടെക്നിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതൽ ആലോചിക്കുന്നത്. പിന്നെ വളർന്നു വരുമ്പോൾ ഇവരല്പം സൈലൻ്റായിട്ട് മാറും. അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. അധികം സംസാരിക്കാനും കലപില സംസാരിക്കാനും ഒന്നും ഇവർക്കധികം ഇഷ്ടമുണ്ടാവില്ല. പിന്നെന്താ, കടുംപിടുത്തമായിട്ടുള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചേരില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മോശമായിട്ട് ഭവിക്കും. അപ്പോൾ എന്താ, മാതാപിതാക്കൾ അധികം കടുംപിടുത്തമൊന്നും ഈ കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുക. അതാണ് ഇവർക്ക് നല്ലത്. ഇഷ്ടമുള്ള വിഷയത്തിൽ സമപ്രായക്കാർക്കുള്ളതിനേക്കാളും ഇരട്ടി അറിവ് ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായവും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റിബൽ ഇമേജ് ആയിരിക്കും ഇവർക്ക്. അത് ഇവർക്ക് ദോഷേ ചെയ്യുള്ളൂ. എന്നാലും ഇവരത് ഇവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത് ഇവർക്ക് ഗുണകരമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഇവരുടെ കാര്യത്തിൽ ചെയ്യാനുള്ളത് പരമാവധി ഇവരുടെ ഇഷ്ടത്തിന് വിടുക. പിന്നെ അധികം കടുംപിടുത്തം കാണിച്ച് ഇവരുടെ നല്ല ഭാവി ഇല്ലാതാക്കരുത്. അത്രയുമാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇവരെ സ്വാധീനിക്കുന്ന ഒരു ഗുരുവോ വഴികാട്ടിയോ ഒക്കെ ഉണ്ടാവുന്നത് വ്യക്തിത്വ വികാസത്തിന് നല്ല ഗുണം ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് നൽകുക. ഇത്രയാണ്
ഇവരെ പറ്റി അക്വാറിയസുകാരെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി അടുത്തതായി പറയുന്നത് ഫെബ്രുവരി 20 മുതൽ മാർച്ച് 20 വരെ ജനിച്ച കുഞ്ഞുങ്ങളെ പറ്റിയാണ്. പിസസ്സുകാരാണ് ഇവർ. പിസസ് രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. ഇവരുടെ പ്രത്യേകത നല്ല പുഞ്ചിരിയാണ്, നല്ല സൗമ്യമായുള്ള പെരുമാറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവികളാവോ കുട്ടികൾ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്രയും നല്ല കുഞ്ഞുങ്ങളാണിവർ. അതാണ് പീസസ്. എപ്പോഴും ഇങ്ങനെ ദിവാസ്വപ്നത്തിൽ മുഴുകി നടക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവരെ പറ്റി പറയാം. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കും ഇവരെ കിട്ടുകയില്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഉള്ള് അത്രയും സോഫ്റ്റും ദുർബലവുമാണ്. അവരൊക്കെ അതുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല. പിന്നെ ഇവരെന്താ വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരെ ഒരുപാട് റിയാലിറ്റികൾ അഭിമുഖീകരിക്കാൻ പരിശീലിപ്പിക്കണം. ഞാൻ മുന്നേ പറഞ്ഞു അല്പം ദിവാസ്വപ്നം കാണുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതല്ല ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം അവർക്ക് നൽകണം. അത് ഇവർക്ക് ഗുണം ചെയ്യും. പിന്നെ ഇവരെ എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു കൈ സഹായം എന്ന രീതി അവർക്ക് നൽകാതിരിക്കുക. അത് അവർക്ക് ദോഷം ചെയ്യും. അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. എല്ലാത്തിനും അവരെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞുനാളിലേ പരിശീലിപ്പിക്കുന്നത് ഗുണം ചെയ്യും. അല്പം ഉത്തരവാദിത്തമൊക്കെ കുഞ്ഞുനാളിലേ തന്നെ പീസസ്സുകാർക്ക് നൽകണം. അത് നല്ലതേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഭാവിയിലത് അല്ലാതെ അവർ കുറച്ച് അലസന്മാരൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താ അല്പം മനുഷ്യത്വമൊക്കെ ഉള്ള നല്ല ആൾക്കാരാണ് ഇവർ. മറ്റുള്ളവരുടെ കരുതലോടെ സഹായിക്കുന്നതിനൊക്കെ പീസസ്സുകാരൽപ്പം മുൻപന്തിയിലാണ്. ജന്മനാ കലാകാരന്മാരുമാണ് ഇവർ. സംഗീതം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, പിന്നെ നാടകം, സാഹിത്യം, അതിലൊക്കെ നല്ല അഭിരുചി ഇവർ കാണിക്കും. അതുകൊണ്ട് ഇവർ ഏതിലാണോ അഭിരുചി കാണിക്കുന്നത് അത് കുഞ്ഞുനാളിലെ പഠിപ്പിക്കുന്നത് അവർക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ ചില കുട്ടികൾ നമ്മൾ കാണില്ലേ, ആ ഒരു സമയത്തെ താല്പര്യം കുറച്ച് കാലമുണ്ട്, കുറച്ച് ദിവസം ഉണ്ടാവും. അങ്ങനെയല്ല. ഇവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇവർ ലോകത്ത് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് മാറും. അപ്പോൾ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ മുന്നേ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് പൊതുവെ നമ്മുടെ സൂര്യരാശി ഫലപ്രകാരം കുഞ്ഞുങ്ങളുടെ ഫലം പറയാനുള്ള അവരുടെ പൊതു സ്വഭാവവും അവരുടെ താല്പര്യങ്ങളൊക്കെ പറ്റി പറയാനുള്ളത്. ഇത് മുഴുവൻ കേട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ മറന്നു പോകരുത്, കുഞ്ഞുങ്ങളെ അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ വളർത്തിയെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് ഗുണം ചെയ്യും, ആ കുഞ്ഞുങ്ങൾക്കും അത് ഗുണം ചെയ്യും. കാരണം അത് അവരുടെ ജന്മനാ ഉള്ള അവരുടെ രാശിപ്രകാരമുള്ള സ്വഭാവവും കഴിവുകളും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെയാണ്. അത് ഇനി ജീവിതാവസാനം വരെയും അവരുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.